വീട്ടിലിങ്ങനെ ബോറടിച്ച് ദീർഘദൂരം കണ്ണു നട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ചിന്ത. മീനിട്ട കപ്പ ഉണ്ടാക്കിയാലോ? നേരെ വിട്ട് നാട്ടിലെ ഫേമസ് സൂപ്പർ മാർക്കറ്റായ വിനു സ്റ്റോറിലേക്ക്. വിനുവാട്ടിന് ഇവിടെ ഫേമസ് ആയിട്ടാ. വിനുവാട്ടിൻ്റെ കടയും ഫേമസ് ആണ്. ഇത് കണ്ടു നിങ്ങൾ, നല്ല ഉപ്പിലിട്ട നെല്ലിക്ക, നോസ്റ്റാൾജിയ. അങ്ങനെ കുറച്ച് കപ്പയും വാങ്ങി, അതിൻ്റെ കൂടെ തന്നെ ഒരു ദിൽക്കുഷും വാങ്ങി, പിന്നെ ഇതായി കാണുന്ന ചെറിയൊരു പേടയും വാങ്ങിച്ചു. നേരെ വീട്ടിലെത്തിയപ്പോൾ അമ്മ മത്തിയൊക്കെ നല്ലോണം ബോയിൽ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കൊണ്ടുപോയ കപ്പ ചെറുതാക്കി മുറിച്ച് ഇതുപോലെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഈ കപ്പ ഇട്ട് ഇത് നല്ലോണം ബോയിൽ ചെയ്തെടുക്കണം. കപ്പ ബോയിലാകുന്ന സമയത്ത് നമുക്കിതാ ആ ദിൽക്കുഷ് ഒന്ന് ട്രൈ ചെയ്യാം. ഫില്ലിംഗ് ഒക്കെ കുറവാണ്, ബട്ട് ദാറ്റ് വാസ് ഓക്കെ. അങ്ങനെ ബോയിൽ ചെയ്ത മീൻ ആദ്യം ഒരു കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് കപ്പയും ഇട്ട് അതിലേക്ക് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിക്ക് അത് മിക്സ് ചെയ്യുക. കപ്പയും മീനും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആ ഉപ്പും എല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ആകുന്ന രീതിയിൽ ഒരു ലേഡിലെടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് അതിലേക്ക് നല്ലൊരു കോക്കനട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ ആ ഒരു ടേസ്റ്റും അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒന്നും പേടിക്കാണ്ട് ഇളക്കിക്കോ. ഇതുപോലത്തെ ടെക്സ്ചർ കിട്ടണം നമുക്ക്, ഹെവി. അതിനുശേഷം അതൊരു ബേസിനിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഒരു സ്പൂണ്, 2 സ്പൂണ്, എത്ര സ്പൂണ് വേണോ അത്രയും തട്ടിക്കോ. ഹെവി ആയിട്ടാണ്, എന്തായാലും ഉറപ്പ് വരാം. ഫസ്റ്റ് ഒരു ബൈറ്റ് അങ്ങോട്ട് എടുക്കുക. വാ, ഏത് മൂഡ്? കപ്പ മൂഡ്. ഹെവി സാധനമായിരുന്നു, വെറുതെ പറയുന്നതല്ല. വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റാണ്. ആ മത്തീൻ്റെ ഒക്കെ ഫ്ലേവർ നല്ല രീതിക്ക് കിട്ടിയതിന് അടിപൊളിയായിരുന്നു കേട്ടോ. സാധനം അടിപൊളിയാണ്. വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു അമ്മ ഒരു ഭാവമില്ലാണ്ട് നിൽക്കുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഒന്ന് ഡൈജസ്റ്റ് ആകാൻ കുറച്ച് ജീരക വെള്ളവും കൂടി കുടിച്ച് കോലായിലിരുന്ന് ദീർഘദൂരം വീണ്ടും നോക്കി പോയി കിടന്നുറങ്ങാം.